ബാബരി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് നിർമ്മിച്ച അയോധ്യയിലെ രാമക്ഷേത്രം കൊള്ളയടിച്ചതിനെ ന്യായീകരിച്ച് ഹിന്ദുത്വ നേതാവ് രംഗത്ത്. ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ കൊള്ളയടിക്കുന്നത് സനാതന ഹിന്ദുവിന്റെ അവകാശമാണെന്നാണ് ഹിന്ദുത്വ നേതാവ് പിങ്കി ചൗധരി പറയുന്നത്. ഹിന്ദു രക്ഷാദൾ ദേശീയ പ്രസിഡന്റാണ് പിങ്കി ചൗധരി. തങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയ ഫണ്ട് മോഷ്ടിക്കുന്നതിൽ ഹിന്ദുവിന് യാതൊരു വിരോധവുമില്ലെന്നാണ് ഈ നേതാവ് പറയുന്നത്. ഫണ്ട് മോഷ്ടിച്ച സംഭവം ഇത്രമാത്രം ചർച്ച ചെയ്യുന്നത് തങ്ങളെ കരിവരി തേക്കാനാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇനി പിങ്കിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. और हमारा पैसा, हिंदू का पैसा अगर किसी हिंदू ने ले भी लिया, भाई तुम लोगों को क्यों मिर्ची लग रही है? तुम लोगों ने जितनों ने भी ये आवाज उठाई है, मैं उनसे ये पूछना चाहता हूँ कि उन्होंने राम मंदिर में जाकर के कितना चंदा दिया? ചൊവ്വാഴ്ച 10 മണിയോടെയാണ് ചൗധരിയുടെ ഈ വീഡിയോ പുറത്തു വന്നത്. രാമക്ഷേത്രത്തിലേക്ക് പണം നൽകിയത് ഹിന്ദുവാണെന്നും അതുകൊണ്ട് അത് മോഷ്ടിച്ചാൽ മറ്റുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ലെന്നുമാണ് പിങ്കി ചൗധരി പറയുന്ന ന്യായം. മദ്രസയിലേക്കും പള്ളിയിലേക്കും വരുന്ന ഫണ്ടിനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കാറില്ല. അതുപോലെ രാമക്ഷേത്രത്തിലേക്ക് വരുന്ന ഫണ്ടിനെ കുറിച്ച് മറ്റുള്ളവരും ചോദിക്കേണ്ട. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്ന ഫണ്ടിനെ കുറിച്ച് വ്യാകുലപ്പെടുന്നവർ ബാബരി മസ്ജിദ് തകർക്കാൻ ഉണ്ടായിരുന്നില്ല. എത്ര ബുദ്ധിമുട്ടിയാണ് രാമക്ഷേത്രം നിർമ്മിച്ചതെന്നും അദ്ദേഹം രോഷത്തോടെ ചോദിക്കുന്നുണ്ട്. രാമക്ഷേത്രത്തെക്കുറിച്ച് ചില തൽപര കക്ഷികൾ വിവാദം സൃഷ്ടിക്കുകയാണെന്നും മറ്റു ദേവാലയങ്ങളിലേക്ക് കൂടി ശ്രദ്ധ കൊടുക്കണമെന്നുകൂടി അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ചു നിർമ്മിച്ച രാമക്ഷേത്രത്തിലേക്ക് വന്ന ഫണ്ട് മോഷ്ടിച്ചതിനെ പരസ്യമായി ന്യായീകരിക്കാൻ തയ്യാറായ ആദ്യ നേതാവെന്ന ബഹുമതിയും പിങ്കിക്കാണ്. അയോധ്യയിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന ആരോപണം ആദ്യം ഉന്നയിച്ചത് BJP നേതാവായ ഡോക്ടർ രജനീഷ് സിംഗ് ആണ്. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള ഭക്തർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ സംഭാവനയാണ് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് രജനീഷ് പ്രധാനമന്ത്രിക്കും കത്തയച്ചു. സംഭാവന ശേഖരിക്കൽ, എണ്ണൽ, ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കൽ എന്നിവയുൾപ്പെടെ അവിടെ നടക്കുന്ന മുഴുവൻ പ്രക്രിയകളുടെയും ഓഡിറ്റിംഗ് നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പ്രശ്നത്തിൽ ഇടപെടാൻ രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാൻ നൃപേന്ദ്ര മിശ്രയും അയോധ്യയിലെത്തിയിരുന്നു. BJP നേതാവ് ഡോക്ടർ രജനീഷ് സിംഗിന് പിന്നാലെ RSS നേതാവ് മുരളീധർ സിംഗും പ്രതിഷേധിച്ചു. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മോദിക്ക് അദ്ദേഹം കത്തയച്ചിട്ടുമുണ്ട്. ക്ഷേത്രത്തിലെ തീവെട്ടിക്കൊള്ള പുറത്തു വന്നതിനു പിന്നാലെ ട്രസ്റ്റിന് നേതൃത്വം നൽകുന്ന ചമ്പത് റായിയെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഫണ്ട് തട്ടിപ്പിന്റെ ഉത്തരവാദിത്തം ജോലിക്കാരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഹിന്ദുത്വ നേതാവിന്റെ ഈ പ്രതികരണം. രാമക്ഷേത്രത്തിലെ തട്ടിപ്പിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് പ്രതിപക്ഷവും ആരോപണം ഉന്നയിച്ചിരുന്നു. വസ്തുത ഇങ്ങനെയായിരിക്കെയാണ് പിങ്കി ചൗധരി നിർലജ്ജം ന്യായീകരണം ചമയ്ക്കുന്നത്. ഭൂപേന്ദ്ര തോമർ എന്ന പേരിലും അറിയപ്പെടുന്ന പിങ്കി ചൗധരി വിദ്വേഷ പരാമർശം കൊണ്ട് കുപ്രസിദ്ധനാണ്. മുസ്ലിം സമൂഹത്തെ മുൻനിർത്തി അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ദേശീയ തലത്തിൽ തന്നെ വാർത്തയായിരുന്നു. മുസ്ലിം സമൂഹത്തെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ, സാമുദായിക സംഘർഷത്തിന് ഇടയാക്കുന്ന അഭിപ്രായ പ്രകടനം എന്നിവ സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും അദ്ദേഹം നടത്താറുണ്ട്. ഇതിന്റെ പേരിൽ കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2023 ഉത്തർപ്രദേശ് പോലീസ് പിങ്കി ചൗധരിക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരം കേസെടുത്തിരുന്നു. പൊതുസമാധാനത്തിന് ഭീഷണിയാകുന്ന പ്രസംഗങ്ങളും പ്രസ്താവനകളും പരിഗണിച്ചായിരുന്നു ഈ നടപടി. 2025 ഗാസിയാബാദിൽ വാളുകളും മറ്റ് മൂർച്ചയുള്ള ആയുധങ്ങളും വിതരണം ചെയ്തെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ആയുധ വിതരണം ഹിന്ദു സമൂഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം.